ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് വരാൻ പോകുന്നത് ഫിലിം ഇൻഡസ്ട്രിയിലെ വളരെ ഹാൻസമായ, എല്ലാവരെക്കാളും സൗന്ദര്യമുള്ള, എല്ലാവരെക്കാളും ഹോട്ടായ, അതേസമയത്ത് എല്ലാവരെക്കാളും ഫിറ്റായ ഒരു സ്റ്റാറാണ്. അദ്ദേഹം എങ്ങനെയുള്ള സ്റ്റാറാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഗോഡ് ഫാദേഴ്സ് ആരുമില്ല. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു ക്യാമ്പും ഇല്ല. ഇദ്ദേഹം തന്റെ കഷ്ടപ്പാടും കഠിന പരിശ്രമവും കൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു സ്ഥാനം നേടിയിരിക്കുകയാണ്. പ്ലീസ് വെൽക്കം ഫിലിം സ്റ്റാർ ജോൺ എബ്രഹാം. ജോൺ, ഇന്നത്തെ ഈ പ്രത്യേക വിചാരണ നമുക്ക് ആരംഭിക്കാം. അതിനു മുൻപ് ആപ്കി അദാലത്തിലെ ഇന്നത്തെ ജഡ്ജിയായ അവരെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ സ്പെഷ്യൽ എഡിറ്ററായ സോണൽ കാൾറ ഇന്നത്തെ നമ്മുടെ ജഡ്ജി മാഡമാണ്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. അതിനു മുൻപ് ഈ വിചാരണ തുടങ്ങുവാനുള്ള അനുവാദം നമുക്ക് ആദ്യം ജഡ്ജിയോട് ചോദിക്കാം. അനുമതിക്കുന്നു. നീതിപീഠത്തിന്റെ വിചാരണ ആരംഭിക്കാം. ആപ്കി അദാലത്തിൽ ജോൺ എബ്രഹാമിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ജോൺ എബ്രഹാമിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കള്ളം പറയുമെന്നുള്ളതാണ്. ജോൺ, ഇന്ന് താങ്കൾ സത്യം പറയുമോ അതോ കള്ളം പറയുമോ? സർ, ഞാനത് നിങ്ങൾ കാണാൻ പോവാണ്. ഞാൻ ത്രൂ ഔട്ട് ദ ഷോ സത്യമാണ് സംസാരിക്കാൻ പോകുന്നത്. താങ്കളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഞാൻ കേട്ടത്, താങ്കളുടെ അമ്മ താങ്കൾ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മയോട് ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിൽ ഹോംവർക്ക് ചെയ്യുകയാണെന്ന് പറയും. പക്ഷേ സത്യത്തിൽ പെമ്പിള്ളാരുടെ കൂടെ ചുറ്റിക്കറങ്ങുക. ഞാൻ മിക്കവാറും ജിമ്മിലായിരിക്കും സർ. ഞാൻ ജിംനാസ്റ്റിക്സ് ചെയ്തുകൊണ്ടിരുന്നതാണ് അന്ന് തൊട്ടേ. അത്ലറ്റിൽ 100-200 മീറ്റേഴ്സും പിന്നെ റേസിൽ ക്ലാസ്സിൽ കുറച്ചായിരിക്കും. പക്ഷെ ഞാൻ ജിമ്മിലും ഓൺ ദ ഫീൽഡിലും ആയിരിക്കും. സോ ബൈ ചാൻസ് ഒരു പക്ഷേ ആരെങ്കിലും ഗേൾസ് അടുത്തുണ്ടെങ്കിൽ ചിലപ്പോൾ അവരോട് ടൈം സ്പെൻഡ് ആയി പോയി കാണും. ഒരു പക്ഷേ. നോട്ട് റെഗുലർലി. എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടിട്ടുണ്ടോ? എപ്പോഴും. അതെൻ്റെ ലൈഫിൽ റെഗുലർ ആയിരുന്നു. കാരണം അച്ഛൻ എന്നെ പിടിക്കും, അമ്മ, ടീച്ചേഴ്സ് എല്ലാവരും. എവിടെയായിരുന്നു? ഞാൻ ക്ലാസ്സിൽ തന്നെയായിരുന്നു. ഇത്ര സമയം എവിടെയായിരുന്നു? ഞാൻ ക്ലാസ്സിൽ തന്നെയായിരുന്നു. ഒരൊറ്റ അടി അടിക്കുമ്പോഴും ഞാൻ പറയും ഞാൻ ക്ലാസ്സിൽ തന്നെയാണ്. സോ ഐ ലേൺ ദ ഹാർഡ് വേ. ശരി, അതിരിക്കട്ടെ. ജീവിതത്തെ സംബന്ധിച്ച് താങ്കൾ അമ്മയോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്? കംപ്ലീറ്റ്ലി ഞാനത് അക്സെപ്റ്റ് ചെയ്തോളാം. ഞാൻ യങ്സ്റ്റേഴ്സിനും അത് തന്നെയും പറയാനാണ് വരുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഫാമിലിയാണ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതല്ലാണ്ട് വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം ഒന്നുമില്ല നമുക്ക്. മോം ആൻഡ് ഡാഡിനെ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് മോം ആൻഡ് ഡാഡ്. അവരെ ഒരിക്കലും കൈവിടരുത്. അതാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് മമ്മാസ് ബോയ് എന്ന് വെച്ചാൽ, അമ്മ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും. അമ്മ പാർസി ആയതുകൊണ്ട്, അതായത് സുരാഷ്ട്രൻ ഗുജറാത്തി ആയതുകൊണ്ട് ഞാൻ കാബൂൾ എക്സ്പ്രസിന് വേണ്ടി അഫ്ഗാനിസ്ഥാനിൽ പോയി. എനിക്ക് താലിബാനിൽ നിന്ന് ത്രെട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ദേ വോണ്ട് ടു കിൽ മീ. അപ്പം എനിക്ക് അമ്മ വിളിച്ച് ഫോൺ ചെയ്ത് ചോദിച്ചു, ബോന കാതു, അതായത് ഭക്ഷണം കഴിച്ചോന്ന്. അപ്പം ഞാൻ, അമ്മ എന്നെ ഇവിടെ എല്ലാവരും കൊല്ലാൻ നോക്കുക, എങ്ങനെ ഞാൻ കഴിക്കുന്നത്? സോ മദേഴ്സ് ജസ്റ്റ് ലവ് ഫീഡിങ്. എനിക്ക് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭക്ഷണം, ഐ ലവ് ഈറ്റിംഗ് മൈ ഫുഡ്. താങ്കളുടെ സിനിമകളിൽ കൂടുതലും ഹിറ്റായി കഴിഞ്ഞതാണ് ഗരം മസാല, ധൂം, ദോസ്താന, പിന്നെ ന്യൂയോർക്ക്. ഇതെല്ലാം നല്ല സിനിമകളാണ്. താങ്കൾ നന്നായിട്ട് അഭിനയിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം മൾട്ടി സ്റ്റാറാണ്. അതെ. അതായത് മറ്റുള്ള സ്റ്റാറുകളും ആ സിനിമയിൽ ഉണ്ടായിരുന്നു. അതെ. താങ്കൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ലേ ജോൺ എബ്രഹാം ആക്ടർ ഒരു സോളോ ആയിട്ട് സിനിമ ചെയ്യണമെന്ന്? അതെ, ജിസം എന്റെ ഫസ്റ്റ് ഫിലിം ആയിരുന്നു. അതൊരു സോളോ ഫിലിമാണ്. ദാറ്റ് ഓൾസോ വർക്ക്സ് ബിക്കോസ് ഓഫ് ബിപാഷ ബാസു. അതെ, ബിപാഷ ബാസു. അവര് ആ സമയത്ത് വലിയ സ്റ്റാർ ആയിരുന്നു. ഇറ്റ് വർക്ക്സ് ബിക്കോസ് ഓഫ് ഹർ. അതും പറഞ്ഞ് ഞാനിനി വെറും കമേഴ്ഷ്യൽ ഫിലിംസ് മാത്രമാണ് ചെയ്യാൻ പോകുന്നതെന്നല്ല അതിന്റെ അർത്ഥം. ഞാൻ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫിലിംസ് ചെയ്യാൻ പോവാണ്. എല്ലാം അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഐ എം എ സോളോ കമേഴ്ഷ്യൽ ഹീറോ ആൻഡ് ഇറ്റ് സ്റ്റെപ്പ് ഇൻ ടു ദ ഡിറക്ഷൻ. ഞാൻ എന്താണ് ശ്രമിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, എന്റെ ഓഡിയൻസ് ജോൺ അബ്രഹാമിന്റെ ഫിലിമിനാണ് വന്നിരിക്കുന്നതെന്ന് അവര്. സോ ഐ ഹോപ്പ് എവ്രി വൺ ഷുഡ് എൻജോയ് ദ ഫിലിം. ദാറ്റ്സ് വൈ ടുഗെദർ. അതാണ് എന്റെ ശ്രമം മുഴുവനും ഉള്ളത്. ആൻഡ് അഗൈൻ ഓഡിയൻസിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അവർ നിങ്ങളെ ഹീറോ ആയിട്ടാണ് കാണുന്നത്. ചാമിങ് ഹീറോ ആയിട്ട് കാണുന്നു.
പക്ഷെ താങ്കൾ ഹിറ്റ് നൽകുന്ന സമയത്ത് ധൂം സിനിമ നോക്കുകയാണെങ്കിൽ അതിൽ താങ്കൾ വില്ലനായിട്ടാണ് ആക്ട് ചെയ്തത്. അതെ, റേസ് ടു അതിൽ ഞാൻ വില്ലനാ. സോ ഐ റിയലി തിങ്ക് ബാഡ് ബോയ് ഇമേജ് റിയലി സൂട്ട്സ് മീ വെരി വെൽ. ഓഡിയൻസ് ലൈക്ക് ദാറ്റ്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബാഡ് ബോയ്. പക്ഷെ ജനങ്ങൾ താങ്കളെ ലൈക്ക് ചെയ്യുന്നുണ്ട്, ഒരു ഹീറോ ആയിട്ട് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞാൻ ശ്രമിക്കാം. ഒരുപക്ഷെ താങ്കൾ ശ്രമിച്ചിരുന്നെങ്കിൽ അഭിഷേക് ബച്ചനെ താങ്കൾ കിസ് ചെയ്യില്ലായിരുന്നു. അത് ആ സമയത്ത് ഞങ്ങൾ ആ സീൻ എടുക്കുന്ന സമയത്ത് എത്ര റീടേക്ക് പോയെന്ന് വെച്ചാൽ അത് 17 അല്ല, അത് 18ഓളം പോയി. ആൻഡ് ദർ വാസ്, ഞങ്ങൾ അടുത്ത് വരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെ വരും അതങ്ങനെ. അപ്പോൾ സെറ്റിലുള്ള എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഇനി അവര് എന്തൊക്കെയാ ഈ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ആയിരിക്കും അവര് മറ്റേ ഇങ്ങനെ ആയിരിക്കും. സോ ഫൈനലി ഞങ്ങൾ തല തിരിച്ചു വെച്ച് വി ഡൺ ദറ്റ് സീൻ അഗൈൻ. ഷൂട്ടിംഗ് ആ സമയത്ത് നല്ല രസമായിരുന്നു അത്. ഒരിക്കലും താങ്കൾക്ക് ആക്ടിംഗ് ആദ്യത്തെ പ്രയോറിറ്റി ആയിട്ട് ഇരുന്നതേ ഇല്ലല്ലേ? അതെ. ഒരു ഫുട്ബോളർ ആകാൻ താങ്കൾ ആഗ്രഹിച്ചു? അതെ, ഞാൻ ആ ഫുട്ബോൾ A ഡിവിഷനിലായിരുന്നു കളിക്കുന്നത് ആ സമയത്ത്, ഫോർ എ ക്ലബ്. ആ സമയത്ത് ലൈഫിൽ എനിക്കൊരു പുതിയ ഓപ്ഷൻ കിട്ടിയിരുന്നു. ഒന്ന് ഞാൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കണം, ഇല്ലെങ്കിൽ MBA ചെയ്യണം. സോ ഐ ലെഫ്റ്റ് ഫുട്ബോൾ ആൻഡ് ഞാൻ MBA ചെയ്തു. MBA ഫിനിഷ് ചെയ്തപ്പോൾ ഞാനൊരു റാങ്ക് ഹോൾഡറാണ് ആൻഡ് ഐ എം ദ ടോപ്പ് ഇൻ ദ യൂണിവേഴ്സിറ്റി. അതിനുശേഷം ഞാൻ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ജനങ്ങൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റ് ആണ്. പിന്നെ ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത്, ദെൻ ഐ റിയലൈസ്ഡ് ഹൗ മോഡൽസ് ആർ ട്രീറ്റഡ്. എന്ന് വെച്ചാൽ ദേ ആർ ട്രീറ്റഡ് ലൈക്ക് ഡഫേഴ്സ്, ദേ ആർ ജസ്റ്റ് ഡഫേഴ്സ് ആൻഡ് ഡം. സോ എനിക്കത് വളരെ ഷോക്കിംഗ് ആയിരുന്നു, എങ്ങനെയാണ് ഒരു മോഡൽസിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. വി ഹാവ് എ സ്ട്രോങ് എഡ്യൂക്കേഷൻ ആൻഡ് മെയിൽ മോഡലിന് എസ്പെഷ്യലി ഒരു ഇതുണ്ടാവും, ഓൺലി ഗുഡ് ലുക്സ്, ഓൺലി ബോഡി, വേറെ ഒന്നുമില്ല. നിങ്ങൾ സെക്സി എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒന്നേ ഉള്ളൂ, വാട്ട് ഇസ് റിയലി സെക്സി ബോയ് ഓർ എ ഗേൾ ഇസ് ദാറ്റ് ഹീ ഈസ് നോളജബിൾ ഓർ നോട്ട്. യുനോ, ലുക്ക് ഇന്നുണ്ടാവും നാളെ ഉണ്ടാവത്തില്ല. യുനോ, ഇറ്റ്സ് ഓൾ ട്രാൻസിഷൻ. പക്ഷേ താങ്കളുടെ ഫുൾ ഇമേജ് ക്രിയേറ്റ് ആയത് താങ്കളുടെ ലുക്സിലാണ്. അതെ. പക്ഷെ ഇന്നാണ് ജനങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് താങ്കൾ വിദ്യാഭ്യാസമുള്ള ആളുമാണെന്ന്. അതെ അതെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കുറ്റാരോപണങ്ങളുണ്ട്. അതിനു മുമ്പ് ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ജോൺ എബ്രഹാമിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. 5 പെണ്ണുങ്ങളായിരുന്നു കൈയിട്ടത്. സോ 10 ഹാൻഡ്സ് ഇൻ ദിസ് ടീഷർട്ട്. സോ ഒരു പക്ഷേ ഞാൻ അനങ്ങിയാൽ ദേവരിന് സ്ക്രാച്ച്. സോ ഞാൻ അങ്ങനെ തന്നെ സ്റ്റില്ലായിട്ട് നിൽക്കും, അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ളൊരു രീതിക്ക്. എങ്ങനെ വേണമെങ്കിലും ഫീൽ ചെയ്തോ, ഞാൻ ഒന്നും ശ്രദ്ധിക്കത്തില്ല. ഐ ഡോണ്ട് വാണ്ട്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫിലിം സ്റ്റാർ ജോൺ എബ്രഹാമിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ജോൺ എബ്രഹാമിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്റെ ബോഡിയിൽ ഒബ്സേസ്ഡ് ആണ് എന്നുള്ളതാണ്. ജോൺ, താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ താങ്കൾ വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ആ കാര്യം ഞങ്ങൾ അറിഞ്ഞത്. കാരണം ഇതുവരെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് ജോൺ എബ്രഹാം ഒരു ഹോട്ട് സ്റ്റാർ ആണ്, അതുപോലെ തന്നെ ഫിറ്റായ വ്യക്തിയാണ്. പിന്നെ ചിലർ പറയാറുണ്ട് ജോൺ എബ്രഹാം എന്ന് വെച്ചാൽ നമുക്ക് കണ്ട് രസിക്കാൻ പറ്റിയ വ്യക്തിയാണെന്ന്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ ദോസ്താനയിൽ പക്ഷേ ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ഒരു കാര്യമുണ്ട്. ഞാൻ ബോഡിയിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കും. എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ സിനിമ ഇസ് എ വിഷ്വൽ മീഡിയം. ഒരു പക്ഷേ നിങ്ങളുടെ ബോഡി നല്ലതാണെങ്കിൽ, ഫിറ്റ് ആണെങ്കിൽ അതിൽ തെറ്റായ കാര്യം ഒന്നും തന്നെ ഇല്ല. ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് യു ടു ബി ഫിറ്റ്. ഒരു പക്ഷേ പിന്നെ എൻ്റെ ഓഡിയൻസിന് അവർക്ക് കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ളൊരു ഇത് മോട്ടിവേഷൻ കിട്ടിയാൽ, അതായത് യു ക്യാൻ വർക്ക് ഔട്ട്, യു ക്യാൻ ബി ഫിറ്റ്, പിന്നെ അതിൽ ഒരു തെറ്റും തന്നെ കാണത്തില്ല. താങ്കളെ കണ്ടാൽ ജനങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ലഭിക്കും. പക്ഷേ താങ്കളുടെ ഇൻസ്പിറേഷൻ ആരാണ്? നമ്മുടെ നാട്ടിൽ യങ്സ്റ്റേഴ്സ്, ബോയ്സ് 90% ജിമ്മിൽ പോകാൻ കാരണം സൽമാൻ ഖാനാണ്. അദ്ദേഹമാണ് ഇൻസ്പിറേഷൻ എല്ലാവർക്കും തന്നെ. എന്നെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ സിൽവസ്റ്റർ സ്റ്റാലൻ. കാരണം ആ സമയത്ത് ഞാൻ റോക്കി കണ്ട സമയത്ത് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ഗ്രേറ്റ് ബോഡിയുണ്ട്, എനിക്കും അങ്ങനെ കൊണ്ടുവരണമെന്നായിരുന്നു. അദ്ദേഹത്തിന് വലിയ ബോഡിയാണ്. ഞാനും അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് എൻ്റെ ബോഡി അങ്ങനെ ആക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു പ്രോട്ടോടൈപ്പ് കിട്ടിയിട്ടില്ല. അങ്ങനെ ആ സമയത്ത് ആരും ഡ്രസ്സ് ചെയ്തിട്ടില്ല, ജീൻസ്, ടീഷർട്ട്, യുനോ ആ സമയത്ത് ഒരു പ്രോപ്പർ ഡ്രസ്സില്ല, സ്റ്റൈലായിട്ടുള്ളതൊക്കെ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, എപ്പോഴും ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ അപ്പം ഞാനൊരു റോൾ മോഡൽ ആവുകയാണെങ്കിൽ ദെൻ ഇറ്റ് ഷുഡ് ബി ടെല്ലിങ് യു ദ പീപ്പിൾ ദാറ്റ് യു ഹാവ് ദ ഗുഡ് ബോഡി, യു ഹാവ് ദ റൈറ്റ് ഹാബിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ബോഡി എങ്ങനെ വേണമെങ്കിലും ബിൽഡ് ചെയ്യാം, പക്ഷേ അതിൻ്റെ വേ ആണ് അതിന് ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻറ്റ്. ദർ ഇസ് നോ ഷോർട്ട് കട്ട്.
ഞാൻ സിഗരറ്റ് വലിക്കത്തില്ല ആൻഡ് നോ ഡ്രിങ്ക്സ് ഐ തിങ്ക് ദീസ് ആർ ഓൾ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഇത് മോറൽ റിലീജിയസോ അല്ലാണ്ട് വേറെ എത്തിക്കൽ വഴിയല്ല. ഇതാണ് റൈറ്റ് വേ ടു ഇൻ ദ ലൈഫ്. അത്ര പക്ഷേ ബോഡി ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സിഗരറ്റ്, ആൽക്കഹോൾ ഇതിൽ നിന്നൊക്കെ കുറച്ച് മാറി നിൽക്കേണ്ടി വരും. ഡയറ്റ് വേണം, ഡിസിപ്ലിൻ വേണം. വെരി ഡിസിപ്ലിൻ. വളരെ ബോറിംഗ് ആയിരിക്കും ലൈഫ്. ബോഡി കാണിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് ദോസ്താനെ ചെയ്തേ പറ്റൂ. ഇറ്റ്സ് ലൈക്ക് ആക്ച്വലി ഓഡിയൻസിന് ഞാൻ ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആക്ച്വലി ഐ എം വെരി ഷൈ. ഞാൻ ഒരുപാട് നാണിക്കും ഞാൻ. ദോസ്താനയിലെ ഒരു ആ മൂവിലൊരു ഷോട്ട് ഉണ്ടായിരുന്നു. ആദ്യം നമുക്ക് ആ ഷൈയെ പറ്റി സംസാരിക്കാം. താങ്കൾ വലിയ ഷൈ ആണെന്ന് അതെ, കേട്ടു. ഞാൻ വളരെ ഷൈ ആണ്. ഞങ്ങൾ സൽമാൻ ഖാൻ ഷർട്ട് അഴിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ താങ്കൾ പാൻറ് വരെ അഴിച്ചല്ലോ. ഞാൻ എൻ്റെ ബോഡിയിൽ വളരെ കംഫർട്ടബിൾ ആണ്, ബട്ട് ആൾസോ ഐ എം ഷൈ. ഞാൻ ജനറലി ജനങ്ങൾ എന്നോട് ഷർട്ട് അഴിക്കാൻ പറഞ്ഞാൽ ഐ വോണ്ട്, ബിക്കോസ് ഐ എം വെരി ഷൈ. നാണമായിരിക്കും എനിക്കത്. പിന്നെ അറിയില്ല. പക്ഷേ ദോസ്താന സിനിമയിൽ താങ്കൾ ഒരു മഞ്ഞ അണ്ടർവെയറിലാണ് ചുറ്റുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തെന്ന് വെച്ചാൽ വെൻ ദ ക്ലോത്ത്സ് യൂസ് ടു കം, അഭിഷേകിനും എനിക്കും, പിന്നെ അഭിഷേകിന് ഒരു വാർഡ്രോബ് ഫുള്ളി വരും, ഷർട്ട്സ് തിങ്സ്. തന്നെ എനിക്കൊരു ഹാങ്കറിൽ ഒരു ചെറിയ സാധനം, യെല്ലോ വൺ, വൈറ്റ് വൺ, റെഡ് വൺ. പിന്നെ ഒരു സമയത്തിന് ശേഷം ഞാൻ എപ്പോഴും ചോദിക്കും അവരടുത്ത്, എനിക്ക് എന്തെങ്കിലും ഒന്ന് തുണി ഉടുക്കാൻ തായോ എന്നും പറഞ്ഞ്, പ്ലീസ്. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ തന്നെ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ വാട്ടർ, അറ്റ് ദ പോയിന്റ് ഓഫ് ദ ടൈം ജനങ്ങൾക്ക് കരൺ ജോഹർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഹി സെഡ് ദാറ്റ് ഐ സെൽ ദ ഫിലിം ഫോർ ദിസ് ഷോട്ട്. ഓൺ ദിസ് ഷോട്ട് ഹി ഈസ് വാക്കിംഗ് ഔട്ട് ഓഫ് ഫ്രം ദ വാട്ടർ. ആൻഡ് ഞാൻ പറഞ്ഞു എന്താ ഉള്ളത് ഇതിലെത്ര. ആൻഡ് ഹി സെഡ് ഇതിൽ വലിയ കാര്യമുണ്ടെന്ന്. അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാം ഫിലിമിലും. പിന്നെ ന്യൂയോർക്ക്, പറയൂ. അതിൽ താങ്കൾ ഡ്രസ്സേ ഇല്ലാതെ ന്യൂഡായിട്ടൊരു സീൻ ഉണ്ടായിരുന്നു. സർ, ദാറ്റ് ഈസ് എ ടോർച്ചർ സീൻ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ കബീറിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, should I how to do a torture scene, how was the prisoners tortured എന്ന്. അതിന് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അതിന് അവരാദ്യം അവരുടെ തുണി അഴിച്ചേക്കും, പിന്നെ അവരെ എടുത്തുകൊണ്ട് പോയി ഐസ് ബ്ലോക്കിൽ ഇരുത്തും, അതിനുശേഷം വാട്ടർ ലോക്കിംഗ്, വാട്ടർ ബോർഡിംഗ് എന്നൊക്കെ പറയുന്നത്. So we went to the entire process of going through the tortures. So I went to every step of that. So അത് വളരെ ആവശ്യമാണ്. പിന്നെ ന്യൂയോർക്കിൽ നോക്കുവാണെങ്കിൽ ആദിത്യ ചോപ്ര എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ജോൺ, നിങ്ങളെ ദോസ്താനയിൽ ജനങ്ങൾ ബോഡിക്ക് വേണ്ടിയാ കണ്ടതെന്ന് വെച്ചാൽ ന്യൂയോർക്കിൽ പെർഫോമൻസിന് വേണ്ടി അവർ കാണും. പക്ഷേ ന്യൂയോർക്ക് എനിക്ക് ബിഗ്ഗസ്റ്റ് കമേഴ്ഷ്യൽ ഹിറ്റ് ദെൻ ദോസ്താന. ഇത് ഒരുപാട് പേർക്ക് ഈ കാര്യം തന്നെ അറിയില്ല. ന്യൂയോർക്ക് ഇസ് ഫാർ ബിഗർ ദെൻ കമേഴ്ഷ്യലി. ന്യൂയോർക്ക് സിനിമയിലെ ഒരു ഫോട്ടോ കാരണം കേസും വന്നിരുന്നു. ഡൽഹി കോടതിയിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു ഫോട്ടോ പേപ്പറിൽ വന്നിരുന്നു, ഇതുപോലെയുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നവരെ തീർച്ചയായും ജയിലിലേക്കാണ് അയക്കേണ്ടതെന്ന്. പക്ഷേ എന്താണ് കാരണം? താങ്കൾ ആ സിനിമയിൽ ഡ്രസ്സൊന്നും ഇല്ലാതെയാണ് കാണുന്നത്. ഒരുപാട് ചൂടായി. ഐ തിങ്ക് ഒരു ഇമേജ് ക്രിയേറ്റ് ആവുമെന്നാണ്. ഹിസ് ബോഡി എങ്ങനെയൊക്കെ എന്നുവെച്ചാൽ, ഐ ഡോണ്ട് വോണ്ട് ടു അപ്പോളജറ്റിക് അബൌട്ട് ദ ബോഡി. ഞാൻ അപ്പോളജറ്റിക് അല്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണ്, ഇതാന്നും പറഞ്ഞ് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന അളവിന് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ. എന്നെക്കൊണ്ട് പറ്റുന്ന അളവിന് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ജനങ്ങളെയും എന്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. പിന്നെ ജൂട്ടായി സൈ സിനിമയിൽ ഞാൻ ഷവറിൽ നിന്ന് ഡയറക്റ്റായിട്ട് പുറത്തു വരും. അപ്പോൾ അബ്ബാസ് ടയർവാല അങ്ങനെ സ്റ്റണ്ണായിപ്പോയി. ഇതാ നോക്കിയ മസിൽസ് കാണാൻ പാടില്ല ജോൺ. അവിടെ ഫുള്ള് സോപ്പിന്റെ പത എടുത്തിട്ട് അദ്ദേഹം ഫുള്ളി കവർ ചെയ്ത് വരുന്നു എല്ലായിടവും. മസിലൊക്കെ കാണാൻ പാടില്ലെന്ന്, ഇവിടെയൊക്കെ ഇതാ ഇങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞു, ഇത് അവിടെയും കുറിച്ച് കാണാം, അതും കുറിച്ച് കവർ ചെയ്യും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. സോ ഞങ്ങൾ ഫുള്ളി കവർ ചെയ്തു. ഇത് കോൺസെൻട്രേഷൻ ഒന്നേ ഉള്ളൂ, എനിക്ക് നല്ലൊരു സിനിമ ചെയ്യണം. ഞാൻ അത് അംഗീകരിക്കുകയാണ്. ഗുഡ് ഫിലിമാണ്. ഡയറക്ടറിന്റെ ഡിമാൻഡൊക്കെ കാണും. താങ്കൾക്ക് അങ്ങനെ ഒരു റോൾ കൊടുക്കുകയാണ്, അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ആയി. പക്ഷെ താങ്കളെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിലെ ചില ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. ഇത് ദോസ്താനയുടെ ഫോട്ടോഷൂട്ടാണ്. പിന്നെ ഈ ഫോട്ടോ ഇതാരുടെ ഫോട്ടോയാ? അല്ല, ഞാൻ ജോൺ എബ്രഹാം ആണ്. അല്ലല്ല, അത് അഭിഷേക് ബച്ചൻ അല്ലേ ഇങ്ങോട്ട് കാണിച്ച? ഓ, ഇത് ഞാനാണല്ലേ ശരിക്കും? എപ്പോഴും, അതായത് ഓരോ ദിവസവും മാഗസീനിൽ താങ്കളുടെ ഫോട്ടോ കാണുമ്പോൾ അതിൽ താങ്കളുടെ തുണി കുറച്ച് കുറഞ്ഞുകൊണ്ട് പോവുകയാണല്ലോ. ഞാൻ ലൈഫിൽ എല്ലാം ചെയ്തിട്ടുണ്ട് രജിത് സാർ. ഒരു മോഡലിംഗ് ലോകത്ത് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഫിലിംസിൽ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ഒരു ലിമിറ്റ് വരെ ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഐ തിങ്ക് ദോസ്താൻ ഇസ് എ ലിമിറ്റ് ഫോർ മീ. ഇതിനേക്കാൾ കൂടുതൽ ഇറ്റ് വിൽ ബി മോർ കൈൻഡ് ഓഫ് ഫിലിംസ് നൗ.
ലഹങ്ക ധരിച്ചും വർക്ക് ആ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. അതൊരു ഫീമെയിൽ മോഡലിന് വേണ്ടി വന്നതാണ്, പക്ഷെ അവരെനിക്കത് ഇട്ട് തന്നു അങ്ങോട്ട്. ഞാൻ ആ ലെഹങ്ക ഇട്ട് വാക്ക് ചെയ്തു ഫ്രണ്ടിലോട്ട്. അപ്പോൾ ഓഡിയൻസ്, എതിരിലുള്ള ജനങ്ങളെല്ലാവരും ഇതാ ഇവിടെ ഇരിക്കുന്ന പോലെ എല്ലാവരും അവരെന്നെ കണ്ട് അവരെനിക്ക് ക്ലാപ്പ് ചെയ്തു. അപ്പോൾ അവർ ആക്ച്വലി എനിക്ക് ഭയങ്കര ഷോക്ക് എക്സ്പ്രഷൻ തന്നിട്ട് അവരങ്ങനെ ഫ്രീസായി പോയ പോലെ ആയിരുന്നേ. അവർക്ക് ഇവനെന്താ വട്ടാണോ, ഇവൻ എന്തീ കാണിച്ചുകൊണ്ടിരിക്കുന്ന റാമ്പില്. ഇപ്പം ഞാനൊരു ന്യൂസ് വായിച്ചു, ജോൺ എബ്രഹാം തന്റെ ബട്ട് ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നു എന്ന്, അതും 10 കോടി രൂപയ്ക്ക്. ഡെഫിനറ്റ്ലി ഇൻഷുറൻസിന്റെ ഫില്ലേഴ്സ് വന്നിരുന്നു അവിടെ. അവര് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞിരുന്നു ഇതുപോലത്തെ ബോഡി പാർട്സ് ഇൻഷുറൻസ് ഒന്നും എൻ്റെ അടുത്ത് ഇല്ലെന്നും പറഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റും. നമുക്കിവിടെ വന്നിരിക്കുന്ന ആൾക്കാരോട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ഫീൽ എന്താണെന്ന് ചോദിക്കാം. ആർക്കെങ്കിലും ചോദിക്കണോ? അഭിഷേക് ബച്ചനെ കിസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് സാർ ഫീൽ ആയത്? അത് പിന്നെ അദ്ദേഹത്തിന് കുറച്ച് പോക്കിയാണ്. അദ്ദേഹത്തിന് എനിക്കും താടി കുറച്ച് കൂടുതൽ തന്നെയാണ് ആക്ച്വലി. പക്ഷെ റിയൽ ലൈഫിൽ ഞങ്ങൾ കിസ് ചെയ്തിട്ടില്ല. ഞാനതിവിടെ പറയുവാണ് കേട്ടോ. താങ്കൾ പറഞ്ഞു വരുന്നത് അങ്ങനെ കാണിച്ചിരിക്കുകയാണ്, പക്ഷെ യഥാർത്ഥത്തിൽ കിസ് ചെയ്തില്ലെന്ന്. അത് ശരിക്കുള്ള കിസ് അല്ല, വെറും കോമഡിക്ക് വേണ്ടിയാ. ഇറ്റ്സ് നോട്ട് എ റിയൽ കിസ്. അതാണ് സത്യം. അതിന് ആക്ച്വലി അതിന് ഒരുപാട് ഗട്സ് വേണം അങ്ങനത്തെ സബ്ജക്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ താങ്കളെ ഗേ ഐക്കോൺ എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഇത് നോക്കൂ, എന്നെ സംബന്ധിച്ച് അതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഞാനതൊന്നും തെറ്റ് പറയത്തില്ല ഒരിക്കലും. അതായത് ഒരു ഗേ സൊസൈറ്റി ഉണ്ടെങ്കിൽ അവരത് ലൈക്ക് ചെയ്യുവാണെങ്കിൽ അതിലൊരു വിധത്തിലും തെറ്റില്ല. നമ്മൾ അവരെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു നല്ല പോലെ, അത്ര തന്നെ. സോ അതിലൊരു തെറ്റ് ഞാൻ അറിഞ്ഞത് സാധാരണ താങ്കൾ പുറത്തു പോകുന്ന സമയത്ത് പെൺകുട്ടികളും ഇങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന്. സത്യമാണോ? അതെ, ഇതുപോലെ എപ്പോഴും സംഭവിക്കും. പക്ഷെ ഇന്നത്തെ ഗേൾസ് ഒക്കെ വളരെ ബോൾഡാണ്. ആണുങ്ങളെക്കാൾ നല്ല ധൈര്യമുള്ള ആൾക്കാരായി പെൺകുട്ടികളൊക്കെ ഇന്ന്. അവരെന്നെ കെട്ടിപ്പിടിക്കാൻ വരുന്ന സമയത്ത് അവരുടെ കൈയൊക്കെ എൻ്റെ പതിയെ ടീഷർട്ടിൻ്റെ അകത്തൂടെയൊക്കെയാണ് കയറുന്നത്. ഒരു 5 പെങ്കൊച്ചുങ്ങളുടെ കൈ എൻ്റെ ടീഷർട്ടിനകത്തോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും, ലെഫ്റ്റിലും റൈറ്റിലും. ഒരുപക്ഷെ ഞാനിങ്ങനെ അനങ്ങുവാണെങ്കിൽ ദേ വിൽ ബി ഗെറ്റ് സ്ക്രാച്ച്ഡ്. സോ ഞാൻ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കും. നിങ്ങൾ എന്തുവേണമെങ്കിലും ചെയ്തോന്നും പറഞ്ഞ്. സോ നിങ്ങൾ എന്തും ഫീൽ ചെയ്തു, പക്ഷേ ഞാൻ ഇങ്ങനെ തന്നെ, എനിക്ക് ഒരു വികാരമില്ല. പക്ഷേ എന്നെ സ്ക്രാച്ച് ചെയ്തേക്കില്ല കേട്ടോ. സോ അതൊക്കെ വളരെ രസമായിരിക്കും. അതൊക്കെ അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. എങ്ങനെ താങ്കൾക്ക് ഇതൊക്കെ വളരെ സ്വീറ്റ് ആണോ? സ്വീറ്റ് എന്ന് വെച്ചാൽ അങ്ങനെ അവരുടെ ഫീലിങ്സ് ഒക്കെ വളരെ സ്വീറ്റ് ആണെന്നാണ് ഞാൻ. കൈ അകത്ത് പോവാണെങ്കിൽ റീസെൻ്റ്ലി ഒരു കാര്യം വന്നിരുന്നല്ലോ, മറ്റേ ബട്ടൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എയർ ഹോസ്റ്റേഴ്സും പിന്നെ മറ്റുള്ളവരും ഫോട്ടോസ് ചോദിച്ചാൽ ഐ ഗോ ഇൻ ദ ആലി. ഞാൻ പോയി ഫോട്ടോ എടുക്കും ആലിയിലൊക്കെ പോയി. ഞാൻ ആര് ചോദിച്ചാലും ഇല്ലെന്നൊന്നും പറയത്തില്ല. ഞാൻ പബ്ലിക്കിൽ ആര് ചോദിച്ചാലും എടുക്കും, ഇല്ലെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇതിനു മുമ്പ് കൈ അവരിവിടെ ഇടുമായിരുന്നു, ഇപ്പോൾ ഇതാ ഇങ്ങോട്ടാ, ഇതാ ഇങ്ങനെ. ഇത് പിന്നെ ഇതൊക്കെ കുറച്ച് സ്ട്രേഞ്ച് ആണ്. അതെ, സ്ട്രേഞ്ച്. പക്ഷേ ഇത് സത്യമാണോ? താങ്കൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ ഉറങ്ങുമെന്നുള്ളത്? അതെ, സത്യമാണ്. വാ തുറന്ന് ഇതാ ഇങ്ങനെ. പിന്നെ ഞാൻ എണിച്ചതിന് ശേഷം എനിക്ക് ക്രൂ മെമ്പേഴ്സൊക്കെ അവിടുന്ന് ഇങ്ങനെ അവർ ചിരിച്ചുകൊണ്ടിരിക്കും അവിടുന്ന്. കാരണം എനിക്ക് മൂക്കിൽ ഫുള്ള് ബ്ലോക്കേജസ് ഉണ്ട്. 90% ബ്ലോക്കാണ് ഈ 2 സൈഡ്സിലും. സോ വാ കൊണ്ടാണ് ശ്വാസം വിടുന്നത്. ഇങ്ങനെ കാണാൻ വളരെ ഫണി ആയിരിക്കും. ഡെഡ് ബോഡി. ആരുടെ കൂടെങ്കിലും സിനിമ കാണാൻ പോകുമ്പോഴും ഇതുപോലെ അവിടെ പോയി ഉറങ്ങാറുണ്ടോ? ഞാൻ എപ്പോഴും ഫിലിം കാണാൻ പോകുമ്പോൾ 90% ടൈമും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇതാ ഇങ്ങനെ ഇരിക്കും. പിന്നെ എനിക്ക് ഫുഡ് വേണം. സോ പോപ്കോൺ, കോൺ ഇതൊക്കെ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഫിലിം സ്റ്റാർട്ടായതിനു ശേഷം ഞാനിങ്ങനെ ഉറങ്ങിയിട്ട് പിന്നെ ഞാൻ ക്ലൈമാക്സ് എന്ത് പറ്റി, എന്താ സംഭവിച്ചത്? അപ്പോൾ ഫ്രണ്ട്സ് പുറത്ത് വരുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും എങ്ങനെ എടാ സിനിമ ഇഷ്ടപ്പെട്ടത്? ഞാൻ സൂപ്പർ ഹിറ്റ്, അടിപൊളി മൂവി, ഔട്ട്സ്റ്റാൻഡിങ്. അവരുടെ അടുത്ത് ഞാൻ നോണേ പറയുള്ളൂ. സർ, ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയാമോ? അതായത് ഒരു മനുഷ്യൻ ഒരിക്കലും തൻ്റെ ആദ്യ പ്രണയം മറക്കുകയില്ല എന്നത്. ഇപ്പോഴും ബിഭാസ ബാസു നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടോ സർ? നിങ്ങളവരെ ഓർക്കാറുണ്ടോ? സർ പ്ലീസ് സർ, സത്യം പറയണം സർ. സർ കള്ളം പറയരുത്. തീർച്ചയായിട്ടും ബിപാഷ എന്നെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലാണ്. കാരണം റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ ലൈഫിൽ, പക്ഷേ ബിപാഷ ലൈഫിൽ എനിക്ക് എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്തത് ഇൻഡസ്ട്രിയിൽ, പിന്നെ അവരെനിക്കൊരു സോളിഡ് ഫിഗറായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട്. സോ ബിപാഷയുടെ മേത്ത് എനിക്ക് ഒരുപാട് ലവ് ഉണ്ട്. അതിനേക്കാൾ റെസ്പെക്റ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ബിപാഷ വളരെ റെസ്പെക്ട്ഫുൾ വുമനാണ്. പിന്നെ അവരുടെ ഡിഗ്നിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്ത് വരുവാണ്. പിന്നെ ഞാൻ അവരെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു. കാരണം അവരും മിഡിൽ ക്ലാസ്സിൽ നിന്നും എന്നെ പോലെ കഷ്ടപ്പെട്ട് വന്നതാണ് അവരും. പിന്നെ അത് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടല്ലോ, വളരെ നന്നായിട്ട്. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചതും.
ഒരു പെണ്ണിനെ റെസ്പെക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലവ് ടെമ്പററി ആണ്, ലവ് വരും പോവും. പക്ഷേ റെസ്പെക്ട് ഈക്വലി കൊടുത്തേ പറ്റൂ. ഐ ഓൾവേസ് റെസ്പെക്ട് ബിപാഷ ബിക്കോസ് ഷീ ഈസ് സൂപ്പർ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ എബ്രഹാമിനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. അതുവരെ ദയവ് ചെയ്ത് കാത്തിരിക്കുക. ഈ വാച്ച് ഞാൻ നിങ്ങളുടെ ഷോയ്ക്ക് വരുന്നതുകൊണ്ടോ കെട്ടിക്കൊണ്ട് വന്നത്. ഷൂ പോലും അതിന് വേണ്ടിയാണ്. ആക്ച്വലി എനിക്ക് ചപ്പലാണ് കംഫർട്ടബിളും. സോ ദിസ് ഈസ് ദ ഫോം ഓഫ് ഡ്രസ്സിങ്. രജിത് ശർമ്മയുടെ ഷോയിലോട്ടാണല്ലോ വരുന്നത്. വളരെ നീറ്റായിട്ടിരിക്കണമല്ലോ, അതുകൊണ്ടാണ്. രജിത് ശർമ്മയുടെ ഷോ ആപ്കെ അദാലത്തല്ലേ, ഞാൻ വളരെ നീറ്റാണ്, അതുകൊണ്ടാണ്. ആപ്കെ അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഫിലിം സ്റ്റാർ ജോൺ എബ്രഹാമാണ്. ആപ്കെ അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കെ അദാലത്തിൽ ഫിലിം സ്റ്റാർ ജോൺ എബ്രഹാമിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു സ്വാർത്ഥനാണ് എന്നുള്ളതാണ്. ജോൺ, ആക്ച്വലി ഇത് എന്റെ കുറ്റാരോപണമല്ല. ഒരു ഇന്റർവ്യൂ ഞാൻ വായിച്ചിരുന്നു. അതിൽ താങ്കൾ പറയുന്നു ഞാനിപ്പോൾ വളരെ സെൽഫിഷായി മാറിയിരിക്കുകയാണ്, എന്റെ ശ്രദ്ധ പൂർണ്ണമായും കരിയറിലേക്ക് മാറിയെന്ന്. അതെ, ഈ ഒരു ഇത് സത്യമാണ് ശരിക്കും. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ്ലി ഗിൽറ്റി പാർട്ടി ഞാൻ തന്നെയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനാണ്. എപ്പോഴും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഫാമിലിക്ക് വേണ്ടി എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ബിക്കോസ് ഐ എം അബ്സസ്ഡ് വിത്ത് മൈ കരിയർ. ഞാൻ ഒരുപാട് അപ്സെറ്റ് ആയിപ്പോയി. ഞാൻ എന്ത് സിനിമയാണ് ചെയ്യേണ്ടത്. ദിവസവും ഞാൻ ഓരോ സ്ക്രിപ്റ്റ് പഠിക്കും. അതിനുശേഷം ഞാൻ ഇന്ന് ആലോചിക്കും. അതിനുശേഷം ഞാൻ ഒരാളെ പോയി മീറ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ എല്ലാം കറക്റ്റ് ചെയ്ത് വെക്കും. ഞാൻ ഉറങ്ങുമ്പോൾ ഏകദേശം 3 o'clock ഒക്കെ ആവും. പിന്നെ 6 മണിക്ക് ഞാൻ എണീക്കും. ഐ ഹാർഡ്ലി സ്ലീപ്പ്. പിന്നെ എൻ്റെ വർക്കിൽ ഞാൻ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. പോക്കറ്റിൽ എപ്പോഴും പൈസ ഒന്നും കാണത്തില്ല. പിന്നെ ഈ വാച്ച് ആക്ച്വലി ഞാൻ ഈ ഷോയ്ക്ക് വരുവാന്നും പറഞ്ഞാണ് ഇട്ടത്. ഈ ഷൂ ഞാൻ ഈ ഷോയ്ക്ക് വരുവാന്നും പറഞ്ഞാൽ ഇട്ടത്. എനിക്ക് ചപ്പലാണ് കംഫർട്ടബിൾ. സോ ദിസ് ഈസ് ദ ഫോം ഓഫ് ഡ്രസ്സിങ്. രജിത് ശർമ്മയുടെ ഷോയിലോട്ടാണല്ലോ വരുന്നത്. വളരെ നീറ്റായിട്ടിരിക്കണമല്ലോ, അതുകൊണ്ടാണ്. രജിത് ശർമ്മയുടെ ഷോ ആപ്കെ അദാലത്തല്ലേ, ഞാൻ വളരെ നീറ്റാണ്, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ പാക്കറ്റിൽ പൈസ ഉണ്ടാവില്ല എപ്പോഴും. അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചിരഞ്ജീവ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഡ്രൈവറുണ്ട്, എപ്പോഴും കൂടെ അസിസ്റ്റൻ്റ് ഉണ്ട്. എല്ലാം 1 stop ഷോപ്പാണ്. ചിരു എനിക്കൊരു 10 രൂപ തരുവാണെങ്കിൽ ഞാൻ കാർണേഷൻ അത് മേടിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് 10 രൂപ താ, എനിക്ക് ആ റോസ് ഒന്നും മേടിക്കണം. ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കടം മേടിച്ചാണ് അപ്പോഴൊക്കെ ഇത് മേടിച്ചോണ്ടിരുന്നത്, ഫ്ലാസ്. സൽമാനും താങ്കൾക്കും കത്രീനയുടെ ഫ്രണ്ട്ഷിപ്പ് കാരണം എന്തോ പ്രശ്നമായെന്നും കേട്ടു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഒന്നുമില്ല. ഇത് സത്യമല്ല. പിന്നെ ഞാൻ ഇതും പറയാൻ ആഗ്രഹിക്കുവാണ്. ഡെഫിനറ്റ്ലി സൽമാനും എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ ഇന്നും എനിക്ക് ആ പ്രശ്നം എന്താണെന്ന് ശരിക്കും അറിഞ്ഞുകൂടാ. എൻ്റെ അച്ഛനും അമ്മയും ഇതാണ് എനിക്ക് ലൈഫിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം. മോനെ നല്ലപോലെ വർക്ക് ചെയ്യേ, എന്നിട്ട് കഷ്ടപ്പെട്ട് വീട്ടിലോട്ട് വന്നാൽ മതി. ആരുടെ വഴക്കൂടാൻ പോകണ്ട. വഴക്കൂടുന്നത് നിന്റെ പണിയല്ല ഒരിക്കലും. ഇതാണ് അമ്മ പറഞ്ഞത്. സൽമാൻ ഖാൻ ആപ്കെ അദാലത്തിൽ വന്ന സമയത്ത് ഞങ്ങൾ താങ്കളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ജോൺ എബ്രഹാം കത്രീനയെ ഒരു സിനിമയിൽ നിന്ന് റിമൂവ് ചെയ്തു. പറയൂ. അതിനുശേഷമാണ് ഈ പ്രോബ്ലം സ്റ്റാർട്ട് ആയതെന്നും. സർ അത് പിന്നെ സർ അത് ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ റീസൺ. ആ സിനിമയുടെ പേരാണ് സായ. അപ്പോൾ സായ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജിസം മൂവി റിലീസായില്ല. അപ്പം ഞാൻ പുതിയ പയ്യനാണ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ പോലും പിന്നെ ആ ഡെഫിനറ്റ്ലി ഞാൻ ആ സമയത്ത് ഞാൻ എപ്പോഴും അത് റെക്കമെൻഡ് ചെയ്തിട്ടേ ഇല്ല. എൻ്റെ ഡയറക്ടേഴ്സിൻ്റെ അടുത്തോ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തോ ഈ ഹീറോയിനെ എടുത്തിട്ട് ആ ഹീറോയിനെ ഇടാനും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ പോകത്തില്ല. ഞാൻ എന്താ സംഭവിച്ചതെന്ന് ഇന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് എന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. അത്രയും ഇൻഫ്ലുവൻസ് ഇല്ലെന്നല്ലേ പറഞ്ഞു വരുന്നത്. ഇന്നത്തെ പവർ അങ്ങനെ ഉണ്ടായില്ലെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. എൻ്റെ സിനിമയിലുള്ള ഹീറോയിനെ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യോ എടുത്ത് കളയോ ഞാൻ ചെയ്യത്തില്ല. ഞാനൊന്നും തലയെടുത്തില്ല. ഡയറക്ടർ എന്ത് പറയുന്നോ ഞാൻ അതേ കേൾക്കുള്ളൂ. സോ ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കത്രീന ഒരു ഷോട്ടിലുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ ആ സെറ്റിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പോയി ചോദിച്ചു. അപ്പോൾ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയി ഞാൻ ചോദിച്ചു അവരെന്ത് ചെയ്യേ, വാട്ട് ഹാപ്പൻഡ് എന്ന്. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ റീപ്ലേസ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. എപ്പോഴാണ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ലാസ്റ്റ് എപ്പിസോഡ് തീരുന്ന സമയത്താണ് അവരത് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പം ഞാൻ അറിഞ്ഞപ്പോൾ വളരെ ഷോക്കായി പോയി. ഞാൻ എന്താ ആലോചിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്തുകൊണ്ടാ അല്ല എങ്ങനെയായിരിക്കും, എനിക്ക് കാരണം അറിഞ്ഞൂടാ. സോ ഐ തിങ്ക് ദാറ്റ്സ് കംപ്ലീറ്റ്ലി അൺട്രൂ. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ആരെയും. ഡെഫിനറ്റ്ലി ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും അടുത്തവരുടെ ലൈഫ് വെച്ച് കളിക്കാൻ പാടില്ല, ഒരാളുടെ കരിയർ വെച്ച് കളിക്കാൻ പാടില്ല. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ മൈ ജോബ് കംപ്ലീറ്റ്ലി. ഐ തിങ്ക് യു ഹാവ് ടു ബി വെരി സെൻസിറ്റീവ്. കാരണം ഞാൻ ഇൻഡസ്ട്രിയിൽ അങ്ങനെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ കത്രീനെ അല്ല, ആരാണെങ്കിലും ഞാൻ ചെയ്യില്ല. കാരണം ആരായാലും ഇവിടെ വരാൻ ഇത്രയും ദൂരം വരാൻ എന്തോ ഒരു കഷ്ടപ്പെടണം. അത് എത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു ഹീറോ, എനിക്ക് ഈ ഹീറോയിനാണ് വേണ്ടത്, ഈ ഹീറോയിനെ വേണ്ട, ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ലൈഫിൽ. ഇറ്റ്സ് നോട്ട് ഫെയർ. സൽമാൻ ഈ കാര്യവും പറഞ്ഞിരുന്നു. ന്യൂയോർക്കിൽ അദ്ദേഹത്തോടൊപ്പം താങ്കൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കത്രീന അപ്പോൾ ഒരു വലിയ സ്റ്റാറായി മാറിക്കഴിഞ്ഞു. അപ്പോൾ
സൽമാൻ പറഞ്ഞത് ഞാനും കത്രീനയും കൂടെ ചേർന്നാണ് തീരുമാനിച്ചത് ജോണിനൊപ്പം വർക്ക് ചെയ്യാമെന്ന്. താങ്ക് യു. നിങ്ങൾ നോക്കുവാണെങ്കിൽ ആക്ച്വലി കത്രീന ഈസ് എ വെരി ബിഗ് സ്റ്റാർ ആൻഡ് ഐ വിഷ് ഹർ ഓൾ ദ ബെസ്റ്റ് ഓൾവേസ്. ഞാൻ അവർക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം എനിക്കും കബീർ ഖാനും ഒരു വലിയ ഹിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ അതിനുവേണ്ടി താങ്ക് യു സോ മച്ച്. താങ്ക് യു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, താങ്കൾ ഏത് ഹീറോയിനൊപ്പം വർക്ക് ചെയ്താലും അത് കത്രീനയാണെങ്കിലും ശരി, വിദ്യാബാലനാണെങ്കിലും ശരി, അവരോടൊപ്പം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരാറുണ്ട്. സോ അത് എപ്പോഴും എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അത് സിനിമയുടെ പബ്ലിസിറ്റിക്കായിരിക്കും, അറിഞ്ഞൂടാ. എപ്പോഴും ഓരോ സിനിമയുടെ ഐ ഡോണ്ട് നോ, എൻ്റെ ഓരോ സിനിമയിലെ ഹീറോയിൻസിനും എനിക്ക് റൂമേഴ്സ് വന്നുകൊണ്ടാണ് ഫസ്റ്റ് ഫിലിം തൊട്ടേ താങ്കൾ ഈ കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ എല്ലാ സിനിമകളിലും അത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ സിനിമയിൽ ശരിക്കും ഉണ്ട്, അത് വളരെ സോളിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനുശേഷം ഒരിക്കലും ഇല്ല. ഞാൻ എപ്പോഴും എൻ്റെ വർക്കിലായിരിക്കും കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ജോബാണ് ഫസ്റ്റ്, അതല്ലാണ്ട് വേറെ ഒന്നും. ഹീറോയിൻ ആരാന്ന് നോക്കത്തൊന്നുമില്ല. ഈ കത്രീന വിദ്യ ഇതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. ആരാണെങ്കിലും ഓക്കെയാണ്. ഇടയ്ക്കൊരു ഹീറോവും വന്നേക്കുമല്ലോ. ഹീറോ സാർ. മറ്റുള്ളവരുടെ കല്യാണത്തിൽ ഡാൻസ് കളിക്കുമ്പോൾ പോലും താങ്കൾ ആലോചിച്ചില്ലേ? രജിത് സാർ, അത് നല്ല കാര്യമാണ്. അത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചോ ഡാൻസിനെ കുറിച്ച്. ഞാൻ എപ്പോഴും അപ്പിയറൻസസ് ചെയ്യത്തില്ല ഒരിക്കലും. എന്താണെന്ന് അറിഞ്ഞൂടാ. പ്രിൻസിപ്പലി ഞാൻ എൻ്റെ മൈൻഡിൽ അത് ഫിക്സ് ചെയ്തിരിക്കുവാണ്. ഞാൻ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, ഞാൻ വെഡ്ഡിങ്ങിൽ ഡാൻസ് ചെയ്യാൻ പാടില്ല, ഫംഗ്ഷന് പോകാൻ പാടില്ല. അങ്ങനെ ഞാനൊരു ഫംഗ്ഷന് പോയാൽ അത് NGO ഫംഗ്ഷൻസ് ആയിരിക്കും. അതങ്ങനെയാണ് NGOയുടെയൊക്കെ, അതായത് നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ. എൻ്റെ ഏജന്റ് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് പൈസ ഉണ്ടാക്കാത്തതെന്നും പറഞ്ഞ്. നിങ്ങൾ ഡാൻസ് കളിക്കുന്നില്ല, നിങ്ങൾ ഫിലിം ഫെയർ അവാർഡിന് പോകുന്നില്ല, കല്യാണത്തിനും കളിക്കാൻ റെഡിയല്ല, എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ മെയിൻ പണി സിനിമയിൽ വരുന്നത് ആൻഡ് ഗോ ഫോർ ചാരിറ്റബിൾ ഫംഗ്ഷൻസ്. ഒരുപക്ഷെ കോളേജ് സ്റ്റുഡൻസ് എന്നെ വിളിച്ചാൽ ഞാൻ ആ കോളേജ് ഫംഗ്ഷൻസിന് തീർച്ചയായിട്ടും പോകും. ബിക്കോസ് കോളേജ് സ്റ്റുഡൻസിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം അവരുടെ ചിന്ത എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവ് ആയിരിക്കും. അതുകൊണ്ട് പിന്നെ മോം വർക്ക്സ് ഫോർ മേക്ക് എ വിഷ് ഫൗണ്ടേഷൻ. ഇറ്റ്സ് എ ക്യാൻസർ തിങ്. സോ ഒരു പ്രാവശ്യം മേക്ക് എ വിഷിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ക്യാൻസർ പിള്ളേരുടെ ആഗ്രഹം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവർ ഈ ആർട്ടിസ്റ്റിനെ കാണാൻ ആഗ്രഹിക്കും, ഈ ആക്ട്രസിനെ കാണാൻ ആഗ്രഹിക്കും. ആരും അവിടെ കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് ഞാൻ തന്നെ പോകും അങ്ങോട്ട്. അമ്മ എനിക്ക് കോൾ ചെയ്ത്, മോനെ ജോൺ, ആ ആക്ടർ വന്നിട്ടില്ല, നീ അങ്ങോട്ട് വന്നേരെ. ഞാൻ അങ്ങോട്ട് പോകും ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ. ഐ ലൈക്ക് ദറ്റ് വെരി മച്ച്. പിന്നെ ഒരു മാസത്തിൽ തന്നെ ഞങ്ങൾ 200-300ഓളം തെരുവ് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും. സോ അത് അമ്മയുടെ ഒരു ശീലമാണ്. എപ്പോഴും 25 വർഷമായിട്ട് അമ്മ ചെയ്യുന്നതാണ്. കല്യാണത്തിൽ കൊമേഴ്ഷ്യലായിട്ട് പോയ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെ ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഡോണിയുടെ കല്യാണത്തിന് താങ്കൾ പോയ സമയത്ത് അതെ ഞാൻ കളിച്ചിരുന്നു. വളരെ നല്ലായിരുന്നു, അവിടെ നല്ല രസമായിരുന്നു. ഡോണി ന്യൂസ് ചാനൽസിനെ അലോ ചെയ്തില്ല, പക്ഷേ എല്ലാ ന്യൂസും പുറത്ത് വരികയും ചെയ്തു. അതായത് അവിടെ എല്ലാവരുടെയും കൂടെ സന്തോഷമായിട്ട് ഡാൻസ് കളിച്ചത് ജോൺ എബ്രഹാം ആണെന്ന്. സാർ, അവിടെ ആക്ച്വലി കുറച്ച് ക്രൗഡ് കുറവായിരുന്നു, അതുകൊണ്ടാണ്. സോ ഐ ജസ്റ്റ് എൻജോയ്ഡ് ദ ഡേ. അത്രേ ഉള്ളൂ സാർ. ധോണിയുടെ കാര്യം, ടെണ്ടുൽക്കർ വലിയ ക്രിക്കറ്ററാണ്, ധോണിയുടെ വലിയ ഫ്രണ്ടുമാണ്. ധോണി സാർ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് വിളിച്ചില്ല. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ജോൺ എബ്രഹാം എന്താ ധോണിയുടെ ചിറ്റപ്പനാണോ, അദ്ദേഹത്തിനെ മാത്രം വിളിച്ചതെന്ന് പറയുന്നു. സാർ, ധോണിയുടെയും എൻ്റെയും വാല്യൂ സിമിലർ ആയിരിക്കും. അദ്ദേഹം റാഞ്ചിയിൽ നിന്നാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. ഹീസ് എ വെരി സ്ട്രെയിറ്റ് ബോയ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഞാൻ വളരെ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ, ഹീസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ ക്യാപ്റ്റൻ ഫോർ ദ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഇന്ത്യൻ ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ആയിരിക്കും. അദ്ദേഹം ഒരു ഫാമിലി മാൻ ആണ്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കോമൺ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ബൈക്ക് ഇഷ്ടമാണ്. ഹി ലവ്സ് മോട്ടോർ സൈക്കിൾ. അദ്ദേഹത്തിൻ്റെ അടുത്ത് 29 ബൈക്സ് ഉണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വെറും 4 എണ്ണമേ ഉള്ളൂ. സോ താങ്കളുടെ പക്കൽ 4 മോട്ടോർ സൈക്കിൾ ഉണ്ട്, പക്ഷെ താങ്കൾ ഓടിക്കുന്നത് സാധാരണ ഒരു വണ്ടിയാണ്. അതെ, ഞാൻ ജിപ്സിയാണ് എടുത്തുകൊണ്ട് പോകുന്നത്, മാരുതി ജിപ്സി. ഞാൻ ജിപ്സി മേടിക്കാൻ പോയപ്പോൾ അവിടെ വിൽക്കുന്ന ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇസ് ദിസ് ഫോർ യുവർ സെക്യൂരിറ്റി? ഞാനല്ല, എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞു. എനിക്കും ഞാൻ തന്നെ സെക്യൂരിറ്റി. ഞാൻ എന്തുകൊണ്ടാണ് സാറിന് മനസ്സിലാകുന്നുണ്ടല്ലേ? സോ ഞാനത് എന്തുകൊണ്ടാണ് മേടിച്ചതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈം ഡാഡ് ജിപ്സി ബുക്ക് ചെയ്തപ്പോൾ വെൻ ഐ വാസ് വെരി യങ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓർ സെക്കൻഡ് സ്റ്റാൻഡേർഡ്, ഡാഡിൻ്റെ ബുക്കിംഗ് നമ്പർ 1 ദാറ്റ് ജിപ്സി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ അദ്ദേഹത്തിനെ പറ്റിച്ചു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ആ സമയത്ത് എനിക്ക് ജിപ്സി വളരെ ഒരു ഗേൾ ഫ്രണ്ട് മാതിരിയായി. എൻ്റെ ഒരു ഫസ്റ്റ് ക്രഷ് ആൻഡ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു ജിപ്സി. അതുപോലെ ഈ ലോകത്ത് എന്തോരം കാറുകളുണ്ടോ എല്ലാം എന്ന് വെച്ചാൽ, ഐ ലവ് യുവർ കാർ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. പക്ഷേ എൻ്റെ വണ്ടി വളരെ ബേസിക് ആണ്. കുറച്ച് നടുവേദന ഉണ്ടാവും, പക്ഷേ വളരെ നല്ല ഒരു റഫ് ഫീൽ കിട്ടും അത് ഓടിക്കുമ്പോൾ.
താങ്കൾക്ക് ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒത്ത് ടൈം ചെലവഴിക്കാൻ പറ്റുന്നില്ലെന്നുള്ള ഫീലിംഗ് ഉണ്ടോ? അപ്പോ അതിനുവേണ്ടി എന്തെങ്കിലും സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീക്കെൻഡ് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി? ഇപ്പം ഞാൻ ഡാഡിനെയും മോമിനെയും ഡിന്നറിന് വേണ്ടി പുറത്തോട്ട് വിളിച്ചുകൊണ്ട് പോകും. ലഞ്ചിനൊക്കെ ഞാൻ ശ്രമിക്കും. പക്ഷേ എൻ്റെ പാരൻസ് എങ്ങനത്തെ സിമ്പിൾ മൈൻഡാണെന്ന് വെച്ചാൽ, അച്ഛന് ഞാനൊരു വണ്ടി കൊടുത്തു ബർത്ത്ഡേക്ക്, ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്, ഹോണ്ട സിവിക്. പക്ഷേ അച്ഛൻ ഇപ്പോഴും ബസ്സിലേ പോകത്തുള്ളൂ. അച്ഛൻ ഇപ്പോഴും, അമ്മ ട്രെയിനിൽ പോകും. അച്ഛൻ ഇപ്പോഴും ഓട്ടോറിക്ഷയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അടുത്തൊക്കെ ജിമ്മിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും ഞാനും ഓട്ടോസാണ് അധികം യൂസ് ചെയ്യുന്നത്. സോ ഞങ്ങൾ വളരെ വളരെ ബേസിക് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നതൊക്കെ. ഞങ്ങളുടെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഇതിനു മുമ്പ് ഞങ്ങൾ എങ്ങനെയായിരുന്നു ആസ് എ ഫാമിലി, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇരിക്കാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇനിയും അങ്ങനെയാണ് ഇരിക്കാൻ പോകുന്നത്. അങ്ങനെ ആഡംബരമായിട്ടിരിക്കാൻ ആഗ്രഹമില്ല. എപ്പോഴും ലൈഫ് ഒരുപോലെ തന്നെ ആയിരിക്കും. താങ്കൾ വലിയ സ്റ്റാറാണ്, പണമുണ്ട്, ഫെയിമുണ്ട്, പ്രസിദ്ധിയുണ്ട്, എല്ലാമുണ്ട്, വലിയ പടങ്ങളുണ്ട്, സക്സസ്ഫുൾ മെനാണ്. എന്നിട്ടും താങ്കൾ സിമ്പിളായിട്ടാണല്ലോ ജീവിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ എൻ്റെ അക്കൗണ്ടിൽ 550 റുപ്പീസ് ഉണ്ടായിരുന്നു. 550 രൂപ. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ എൻ്റെ കയ്യിൽ 550 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ സാലറി 4,800 റുപ്പീസ്. ആൻഡ് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ 2003 ടൈം വെൻ ഐ കെയിം ടു ദ ഇൻഡസ്ട്രി. ഞാൻ ആ പൈസ വെച്ചിട്ട് എങ്ങനെ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ, എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ എൻ്റെ ബലം കൊണ്ടേ ജീവിക്കാൻ പറ്റുള്ളൂ, എൻ്റെ കാശ് കൊണ്ടേ ഞാൻ ഇരിക്കാൻ പാടുള്ളൂ. എനിക്ക് ആരുടെ സപ്പോർട്ട് ആവശ്യപ്പെടാൻ പാടില്ല. പിന്നെ ജോൺ അബ്രഹാം ഇസ് എ ഇൻഡിവിജ്വൽ. അദ്ദേഹം ആരുടെയും ഫ്രണ്ട് ആവാനും പോകുന്നില്ല, എനിമി ആവാനും പോകുന്നില്ല. ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്നു, പണിയെടുക്കുന്നു, വരുന്നു, എല്ലാം പോകുന്നു. സ്ട്രോങ് ഇൻഡിവിജ്വൽ. പിന്നെ എൻ്റെ ഓഡിയൻസിന് ഒരു സ്ട്രോങ് റെപ്രസെൻറ്റേഷൻ, അത്രയും. കാരണം ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെയുള്ള ഒരുപാട് ഓഡിയൻസിനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ അബ്സല്യൂട്ട്ലി എന്നെ പോലെയാണ് ഇവരെല്ലാവരും എന്നെ പോലെ. ഐ എം ഷുവർ ഇവരൊക്കെ മിഡിൽ ക്ലാസ് അല്ലേ? ഒരു പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു മിഡിൽ ക്ലാസ് ആളായിരുന്നിട്ട് ഇത്രയും ദൂരം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രമല്ല ആരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള പെണ്ണോ ആണോ മാത്രമല്ല, ഇവിടെയുള്ള ജോൺ അബ്രഹാം ഞാനുമല്ല, ആരെ കൊണ്ട് വേണമെങ്കിലും. ഐ തിങ്ക് ഐ വോണ്ട് ടു ബി ഇൻ ദാറ്റ് വിഷൻ ഫോർ മൈ ഓഡിയൻസ്. ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് ഇതാണ് പ്രാർത്ഥിക്കുന്നത്. താങ്കൾ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. ഇത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഓഡിയൻസ് ക്ലാപ്പ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും താങ്കളുടെ മേൽ പല കുറ്റങ്ങളും ആരോപിക്കാനുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ജോൺ എബ്രഹാമിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ഷാറൂഖ് ആൻഡ് അക്ഷയ്ക്ക് ശേഷം 25 ഇയേഴ്സിന് ലേറ്റർ ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ മാത്രമാണ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് വന്ന ഒരേ ഒരു ആർട്ട്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഫിലിം സ്റ്റാർ ജോൺ എബ്രഹാമിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ജോൺ എബ്രഹാമിന്റെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം ആപത്തിന്റെ കൂടെ കളിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. ജോൺ, താങ്കളെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കളുടെ എൽബോസിൽ, താങ്കളുടെ ഷിൻ സ്പ്ലിൻസിൽ, ജിമ്മിലെ പരിക്ക് പറ്റിയത്, താങ്കളുടെ പല ബോണുകളും പൊട്ടിയിട്ടുണ്ട്. ഒരു ആക്സിഡന്റിൽ ലെഗ് ഫൂട്ടിൽ പരിക്കേറ്റു. അതെ. മറ്റൊരു ആക്സിഡന്റിൽ താങ്കളുടെ ഫ്രണ്ട് ഫൂട്ടിന് പരിക്കേറ്റു. ഇത്രയും പരിക്ക് പറ്റി എന്ത് തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്? സർ, സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വന്നപ്പോൾ അന്ന് എൻ്റെ ഫസ്റ്റ് മൂവി ബച്ചൻ സാറിൻ്റെ കൂടെയാണ്. പിന്നെ ആ സിനിമയുടെ പേര് എദ്വാർ. അത് 4th റിലീസായി, പക്ഷെ അത് ശരിയായിട്ട് ഓടിയില്ല. അത് ആ സമയത്ത് നോക്കുവാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ടൈം എൻ്റെ ലെഫ്റ്റ് ആം ബ്രോക്കായി. ഇവിടെ ഫുള്ള് ബ്രേക്കായിരുന്നു. ആ സമയത്ത് ഞാനായിരുന്നു വണ്ടി ഓടിച്ചത്, ടാറ്റ സിയാറ. പിന്നെ ഞാൻ ഗിയർ ഇങ്ങനെ മാറ്റി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കൈ എൻ്റെ ഇത്രയും ദൂരം പൊട്ടി. സോ ആ സമയത്ത് ബച്ചൻ സാറിൻ്റെ ഡേറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും ആണ്. അമിതാഭ് ബച്ചൻ സാർ ഷൂട്ടിങ്ങിന് വരുവാണെങ്കിൽ നീ അവിടെ റെഡി ആയിരിക്കണം. സോ ഞാനപ്പോൾ ഒരു റിമൂവബിൾ കാസ്റ്റ് ഇട്ടാണ് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ. സോ ഷോട്ടിന് മുമ്പ് ഞാൻ ആ കാസ്റ്റ് എടുത്തിട്ട് വർക്ക് ചെയ്യും. പിന്നെ അത് വെച്ചിട്ട് ഐസ് പാക്ക് ഞാൻ വെച്ചോണ്ടിരിക്കും. സോ ആ സമയത്ത് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഐ തിങ്ക് ദാറ്റ് ഐ എം സ്ലൈറ്റ്ലി ആക്സിഡൻറ്റ് പോൺ. അതിനുശേഷം ഞാൻ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ധൂമിൽ, പിന്നെ ഹൂക്കിയ ക്രൂക്കിൽ, ഒരുപാട് സിനിമകളിൽ, പിന്നെ ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി 2006. ഞാൻ വണ്ടിയും താഴെ വീണു. എൻ്റെ ലെഫ്റ്റ് ഫുട്ട് അത് ബൈക്കിൻ്റെ കമ്പി കുത്തി അത് പുറത്ത് വന്നു. ആക്ച്വലി എന്താന്ന് അറിഞ്ഞൂടാ. എനിക്ക് എന്തുകൊണ്ടാണ് സ്റ്റണ്ട് ചെയ്യാൻ ഇഷ്ടമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ശരിക്കും പറയാം. ഒരുപാട് എൻജോയ് ചെയ്യും, ഒരുപാട് എനിക്കത് ഇഷ്ടവുമാണ്. സോ ഇപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ, ഞാനിപ്പോൾ ന്യൂയോർക്കിൻ്റെ ക്ലൈമാക്സിൽ അവിടെ 50ാമത്തെ ഫ്ലോറിൽ ഞാൻ താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. സോ ഇങ്ങനത്തെ സ്റ്റണ്ടൊക്കെ സ്റ്റുഡിയോ വെച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ ഈ ഗ്രീൻ മാറ്റൊക്കെ ഇട്ട് ഞാൻ ഡയറക്ടർ കബീറിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് അവിടുന്ന് ഷോട്ട് എടുക്കുകയാണെങ്കിൽ നല്ലപോലെ കിട്ടുമോ എന്ന്.
അദ്ദേഹം ഡയറക്ടർ അല്ലേ, അപ്പോൾ അദ്ദേഹം അവിടെ നിർത്താൻ നല്ല രസമായിരിക്കും എന്നാ പറഞ്ഞേ. ശരി, ഓക്കെ, ഞാൻ അവിടുന്ന് വീഴാന്ന് ഞാൻ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു. അതായത് ഞാൻ അവിടുന്ന് തൂങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് 40th ഫ്ലോറിൽ, പിന്നെ അവിടെ വിൻഡോ ക്ലീനിങ് ചെയ്യുന്നവർ പറഞ്ഞു നിങ്ങളെ കൊണ്ട് പിന്നെയും മുകളിലോട്ട് വരാൻ പറ്റില്ല, താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പോകേണ്ടതെന്ന്. പിന്നെയും ക്യാരബീനർ അത് മുകളിലോട്ട് കയറത്തില്ല, താഴോട്ടേ പോകുള്ളൂ. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ താഴെ 20th ഫ്ലോറിൽ പോകുന്ന സമയത്ത്, അപ്പോൾ പ്രസിഡൻസിയിലെ ഇലക്ഷൻ ഈസ് ഗോയിങ് ഓൺ ദെയർ. അമേരിക്കയിൽ November 4th പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആയിരുന്നു. അപ്പോൾ 3 hours ഞാൻ അവിടെ തന്നെ തൂങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇത് വളരെ ഒരുപാട് കഷ്ടമുള്ള പണിയാണ്, ഇനി ചെയ്യാൻ പാടില്ല. സോ ഇപ്പോഴും എനിക്ക് ടെന്നീസ് എൽബോന്റെ പ്രശ്നം ഒരുപാട് തന്നെയുണ്ട്. ആർക്കും അറിയില്ല അതത്ര. ടെന്നീസ് എൽബോ ടെൻഡനൈറ്റിസ്, അതിൽ ഒരുപാട് വേദനയുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഈ എല്ലിൽ പോലും നല്ല വേദന ഉണ്ടാവും. നല്ല വേദനയുണ്ട്. ആക്ച്വലി ഞാൻ ഒരു കുറച്ച് ഹാൻഡിക്യാപ്പിനെ പോലെയാണ്. സോ എൻ്റെ ബോഡി ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ടാണ് ബിൽഡ് ചെയ്തത്. അത് ബിൽഡ് ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട്. പക്ഷെ താങ്കൾ റിസ്ക് എടുക്കാതെ വെറുതെ ഇരിക്കില്ലല്ലേ? അല്ലല്ലോ, എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഞാനൊരു കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം, അടുത്തത് നെക്സ്റ്റ് ഈ കൺട്രിയിൽ ഞാനൊരു ആക്ഷൻ ഹീറോ ആയിട്ട് വന്നിരിക്കും. നമ്മുടെ നാട്ടിൽ അക്ഷയ്ക്ക് ശേഷം സാറിന് അറിയാലോ, ആരും അങ്ങനെ നല്ലൊരു ആക്ഷൻ ഹീറോ ഇതുവരെ വന്നിട്ടില്ല. ഒരു പ്രോപ്പർ ആക്ഷൻ ഹീറോ. റൂമിൽ താങ്കൾ ബൈക്ക് ഓടിച്ച് തന്നെ എല്ലാവരെയും എത്രത്തോളം ആക്ഷനിൽ താങ്കൾ ബ്രില്യൻ്റ് ആണെന്നുള്ളത് തെളിയിച്ചു. അതെ. പക്ഷേ അത് കണ്ട് ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ ചെറുപ്പക്കാർ അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയ സർ, ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അത് വളരെ വളരെ തെറ്റായിട്ടുള്ളൊരു എക്സാമ്പിളാണത്. യങ്സ്റ്റേഴ്സ് എന്നെ കണ്ട് സ്പോർട്സ് ബൈക്കൊക്കെ അങ്ങനെ ഓടിക്കുവാണ്. അവരെ ഞാൻ നിർത്തിയിട്ട് സ്ലോ ആയിട്ട് ഓടിക്കുമെന്ന് പറഞ്ഞ് ഹെൽമെറ്റ് ഇടാൻ പറയുവാണ്. സ്ലോ ആയിട്ട് പോ. നിനക്കിപ്പോൾ ഒരു പെണ്ണിനെ ഇംപ്രസ് ചെയ്യാനാണ് ആഗ്രഹം എന്ന് വെച്ചാൽ അത്ര സ്പീഡിൽ നീ പോയാൽ നിന്റെ മോന്ത എങ്ങനെ ആ പെണ്ണ് കാണും? ഷൂ എന്ന് പറഞ്ഞ് നീ ഇങ്ങനെ പോയാൽ പിന്നെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? ജസ്റ്റ് എൻ ധൂം സ്റ്റൈൽ. നിങ്ങൾ ഹെൽമെറ്റ് ഇടൂ, സ്ലോ ആയിട്ട് ഓടിക്കൂ, പെണ്ണുങ്ങളുടെ അടുത്ത് പോയി നിൽക്കേ, വണ്ടി നിർത്ത്, ഹെൽമെറ്റ് അഴിക്ക്, പിന്നെ നോക്ക് പിന്നെ ഈ പൊട്ടന്മാരെ പോലെ ഫാസ്റ്റായിട്ട് പോകല്ലേ. നമ്മുടെ ഈ യങ് ഗേൾസ് കാണുന്നവർക്ക് ഇങ്ങനെയല്ലേ പറയുള്ളൂ. പിന്നെ എന്ത് സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്, വൃത്തികെട്ടവൻ, ഇഡിയറ്റ്, നേരെ ചൊവ്വ ഓടിക്കാൻ അറിയില്ല, കണ്ടോ, ഇത് അങ്ങനെയല്ലേ പറയുള്ളൂ. ആരും നല്ല രീതിക്കൊന്നും ഒരിക്കലും പറയില്ല. ആമ്പിള്ളേർ ഇങ്ങനെയല്ലേ പറയല്ലോ. നീ എന്താ, നിനക്കെന്താ മനസ്സിലെ ജോൺ അബ്രഹാം ആണെന്നാണോ വിചാരം? ശരിക്കും എനിക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സിഗ്നലിൽ നിന്നോണ്ടിരുന്ന ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് ഞാനപ്പോൾ ബൈക്കിൽ ഇങ്ങനെ നിന്നോണ്ടിരിക്കുമായിരുന്നു, ബൈക്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ട്. അപ്പോൾ കോളേജ് സ്റ്റുഡൻറ്റ് ഒരുത്തൻ ബൈക്കിൽ ഇങ്ങനെ വന്ന് നിന്നു. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഇട്ടിരുന്നു, ആര് കാണാൻ പാടില്ല, നൈറ്റ് ടൈം ആണല്ലോ. അപ്പോൾ അവൻ എന്നെ നോക്കിയിട്ട് നിനക്കെന്താ ജോൺ അബ്രഹാം ആണെന്നാണോ വിചാരം? ആദ്യം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഹെൽമെറ്റ് ഞാനിപ്പോൾ അഴിച്ചാലോ വേണ്ടിയെന്നൊക്കെ. അപ്പോൾ പിന്നെയാണ് മനസ്സിലായി വേണ്ട ഇതായിരിക്കും സേഫ്റ്റി. അതുകൊണ്ട് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് തന്നെ ഇരുന്നു ഞാൻ. സോ എനിക്ക് സ്റ്റണ്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ എൻജോയ് സ്റ്റൺസ്. പിന്നെ ഞങ്ങൾക്ക് സേഫ്റ്റി ഗാഡ്ജറ്റ്സ് ഒരുപാട് സാധനങ്ങളുണ്ടാവും. അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ടാണ്, റിയൽ ലൈഫിൽ അത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഒരുപാട് ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നത്. സോ ഗായ്സ്, സ്ലോ ആയിട്ട് പോവോ. സ്പീഡിൽ പോകുന്നതുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. സോ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഗോ സ്ലോ. വീട്ടിലെപ്പോഴും പാരൻസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമായിരിക്കും, അവരെ കഷ്ടപ്പെടുത്തല്ലേ. പക്ഷേ താങ്കൾ സ്പേസിലേക്ക് പോയാണെങ്കിൽ താങ്കളുടെ പേരൻസിന് അത് ബുദ്ധിമുട്ടാകില്ലേ? സ്പേസിൽ പോകുന്നത് ഒരു സ്വപ്നമല്ലേ? അതെ, ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതെനിക്ക് വലിയൊരു സ്വപ്നമാണ്. അതിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. ഞാൻ പുറത്തു പോയിട്ട് അവിടുന്ന് ഭൂമി ഇങ്ങനെ നോക്കണം, ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാലോ, നമ്മുടെ വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. അത് ടോപ്പിൽ നിന്ന് കാണുമ്പോൾ അത്ര രസമായിരിക്കും. താങ്കൾ എത്രത്തോളം ഡെയർ ഡെവിൾ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുവോ അത്രത്തോളം താങ്കൾ ഇമോഷണലായ വ്യക്തിയാണെന്ന് ഞാൻ അറിഞ്ഞു. അതെ, ലേശം കൂടുതൽ തന്നെ. ചെറിയ കാര്യത്തിന് പോലും കണ്ണീന്ന് കണ്ണീര് വരുമെന്ന് കേട്ടു. അത് ഞാൻ വളരെ എമോഷണലാണ്. പിന്നെ എൻ്റെ അമ്മ അങ്ങനെയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദിവസവും പിള്ളേരെയും കാണുന്നുണ്ട്. പിന്നെ ടെർമിനലി അവർക്ക് ക്യാൻസർ. മുൻപ് അമ്മ കരയുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അമ്മ സ്ട്രോങ് ആണ്. പക്ഷേ എപ്പോൾ എനിക്ക് അവിടെ പോയാലും എൻ്റെ കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു 6 അല്ലെങ്കിൽ 7 വയസ്സുള്ള പിള്ളേർ അവിടെ അവരിരുന്ന് ചിരിക്കും, പക്ഷേ അവരുടെ അമ്മമാരവിടെ ഇരുന്ന് കരയും. കാരണം അവർക്കറിയില്ല അവരിനി ഒരു 6-8 മാസമോ കാണത്തുള്ളൂ എന്നുള്ളത്. ആ കാര്യത്തിൽ ഞാൻ വളരെ വീക്കാണ്. ഞാൻ ഒട്ടും സ്ട്രോങ് ഒന്നുമല്ല. ഒരുപക്ഷെ ആരെങ്കിലും ഒരു മൃഗത്തിനെ അടിച്ചാലോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പറ്റിയാലോ എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ആൻഡ് ഹോം ഫോർ ദി ഏജ്ഡ്. അമ്മ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ ഹോം ഫോർ ദി ഏജ്ഡ്. അതായത് നിങ്ങൾക്കറിയാലോ, വൃദ്ധസദനം. അവരുടെ യങ്സ്റ്റേഴ്സ് അവരുടെ അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് വന്ന് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, മോം ഡാഡ് ഞങ്ങൾ നാളെ വന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറയും. പക്ഷേ നാളെ അല്ല, അവർ വരത്തില്ല, ഒരിക്കലും വരില്ല. സോ ഇത് ഇന്ത്യയിലാണ് കൂടുതൽ സംഭവിക്കുന്നത്. വെസ്റ്റേൺ കൾച്ചറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അത് ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വി ആർ നോൺ ടു ബി എ ഫാമിലി പീപ്പിൾ. യുനോ, ഇപ്പോൾ ഇതുപോലെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തനിച്ച് പോയി സംഭവിക്കുക. ലാസ് അവർക്കാണ് ഇതുകൊണ്ട്. താങ്കൾ എത്ര പേരെ കുറിച്ച് പറഞ്ഞോ? അഭിഷേക്, ഋതിക്, അവര് എങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളാണെന്ന് വെച്ചാൽ ആക്ടിംഗ് എന്നുള്ള അവരുടെ കുടുംബത്തിൽ തന്നെ ഉള്ളൊരു കാര്യമാണ്. പക്ഷേ താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ കാട്ടിൽ താങ്കൾ
തനിയെ വന്നൊരു വ്യക്തിയാണ്. സർ ആക്ച്വലി ഈ കാര്യം ഇന്നലെയാണ് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞേ. ഷാറൂഖ് ആൻഡ് അക്ഷയ്ക്ക് ശേഷം 25 ഇയേഴ്സിന് ലേറ്റർ ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ മാത്രമാണ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് വന്ന ഒരേ ഒരു ആർട്ടിസ്റ്റ്. അതുവരെ ആക്ച്വലി ഞാൻ അത് ഒട്ടും തന്നെ റിയലൈസ് ചെയ്തിട്ടില്ലായിരുന്നു. ഐ ആം ഹിയർ ബൈ മൈസെൽഫ്. സോ അതുകൊണ്ട് സാർ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇവിടെ സസ്റ്റൈൻ ചെയ്യുന്നത് പറയുന്നത് വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇൻഡസ്ട്രിയിൽ എപ്പോഴും പോരാടിയേ പറ്റൂ. കാരണം ഓരോ സ്റ്റെപ്പിലും നമ്മൾ പ്രൂവ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ നിങ്ങൾ എന്നെ തന്നെ എടുത്തോളൂ. ജോൺ അബ്രഹാം ധൂം അതിൽ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഗരം മസാല സിനിമ ഓക്കെ, ന്യൂയോർക്ക് ഓക്കെ, ഒരു പ്രാവശ്യം വൺ ടൈം കാണാം. സോ ഓരോ സ്റ്റെപ്പിലും നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം സർ. അത് വളരെ ഒരു നല്ല ഫീലാണ് സർ. ഫൺ വിത്ത് എ ഗുഡ് ഫീൽ. എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർക്ക് കുടുംബമുണ്ട്, അതായത് ഗോഡ് ഫാദേഴ്സ് ഉണ്ട്, പക്ഷെ താങ്കളോടൊപ്പം ഈ ജനങ്ങളുണ്ട്. ആബ്സല്യൂട്ട്ലി. കാര്യം ഞാൻ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്തോളാം സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ആലോചിക്കുന്നത്. എൻ്റെ ഓഡിയൻസൊക്കെ അവരാണ് എൻ്റെ എല്ലാം. അത് ദേ ആർ അൺബിലീവബിൾ സർ. എൻ്റെ ഇത്രയും സപ്പോർട്ട് ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. ഞാൻ എപ്പോഴും അവരെ അതിനുവേണ്ടി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് താങ്ക് യു. ജോൺ സർ, താങ്കൾ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ ഓപ്പണായിട്ട് ഉത്തരം നൽകി. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരുന്നത് ഫിലിം സ്റ്റാർ ജോൺ എബ്രഹാമിനോടാണ്. ജോൺ എബ്രഹാമിനോട് നമ്മൾ അദ്ദേഹത്തിന്റെ സെക്സ് അപ്പിയറിനെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹത്തിനോട് നമ്മൾ പേഴ്സണൽ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചു. ജോൺ എബ്രഹാമിനോട് നമ്മൾ അദ്ദേഹത്തിന്റെ ഓടിയ സിനിമയെക്കുറിച്ചും ഓടാത്ത സിനിമയെക്കുറിച്ചും ചോദിച്ചു. ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജി നമ്മുടെ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ സിറ്റി എഡിറ്റർ സോണ കാൾറയുടെ ജഡ്ജ്മെന്റ് നോക്കാം. ഈ കോടതി വിശ്വസിക്കുന്നത് ജോൺ എബ്രഹാമിന്റെ ബുദ്ധിപരമായിട്ടുള്ള ആൻസർ കോടതിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ചില കാര്യങ്ങളിൽ ബുദ്ധിപരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ചില കാര്യങ്ങളിൽ താങ്കൾ വളരെ ഓപ്പൺ ആയിട്ട് മറുപടി നൽകി. അതുകൊണ്ട് ഈ കുറ്റാരോപണത്തിൽ നിന്നും താങ്കളെ മുക്തനാക്കിയിരിക്കുകയാണ്. ജോൺ എബ്രഹാം, താങ്കൾ വളരെ നല്ല കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. ചെറുപ്പക്കാരോട് പേരൻസിനെ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജനങ്ങളോട് അവരുടെ ബോഡി എങ്ങനെ ശ്രദ്ധിക്കണമെന്നുള്ളതിനെക്കുറിച്ചും താങ്കൾ പറഞ്ഞു. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണയ്ക്ക് ശേഷം ജോൺ എബ്രഹാം വളരെ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണം, ധാരാളം സക്സസുകൾ വരണം, വലിയ സ്റ്റാറായി മാറണം, ധാരാളം ചാരിറ്റി വർക്കുകൾ ചെയ്യണം, ജനങ്ങളെ സഹായിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജോൺ എബ്രഹാം അടുത്ത ജനറേഷനെ എന്റർടൈൻ ചെയ്തുകൊണ്ടേയിരിക്കുക, താങ്കളുടെ സ്റ്റാർഡം ഡെവലപ്പ് ചെയ്തു പോവുക. ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.